നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ എം.പി. രസ്ന. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. UAE-യിൽ ക്ലാസ് മുറികളിലെ പഠനം പുനരാരംഭിക്കുന്നു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടിരുന്ന സ്കൂളുകൾ ഉടൻ പുനരാരംഭിക്കും. നാളെ ചേരുന്ന വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യോഗത്തിന് ശേഷമാകും അന്തിമ തീരുമാനം. പശ്ചിമേഷ്യയിൽ സംഘർഷം ആരംഭിച്ച ഫെബ്രുവരി 28-ന് തന്നെ UAE-യിലെ സ്കൂളുകൾക്ക് പൂട്ടുവീണിരുന്നു. ഓൺലൈൻ ക്ലാസുകളിലൂടെയും സ്പ്രിംഗ് അവധി നേരത്തെയാക്കിയതും വഴി പരമാവധി ക്ലാസുകൾ നഷ്ടമാകുന്നത് കുറച്ചിരുന്നു. പരീക്ഷകൾ റദ്ദാക്കിയതിനു പിന്നാലെ ഇന്ത്യൻ സ്കൂളുകളടക്കം പുതിയ അധ്യയന വർഷവും ഓൺലൈനായി ആരംഭിച്ചു. താൽക്കാലിക വെടിനിർത്തൽ പ്രാബല്യത്തിലിരിക്കെ മേഖലയിൽ ആക്രമണം അവസാനിച്ചതോടെയാണ് സ്കൂൾ തുറക്കുന്നത് വീണ്ടും പരിഗണിക്കുന്നത്. സ്കൂളുകൾ തുറക്കാൻ അനുവദിക്കണമെന്ന പ്രിൻസിപ്പൽമാർ ആവശ്യപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ സർക്കാർ കൊമേഴ്ഷ്യൽ ബിൽഡിംഗുകളിലുള്ള സ്കൂളുകളാകും തുറക്കുക. നാളെ വിദ്യാഭ്യാസ മന്ത്രാലയം യോഗം ചേരുന്നുണ്ട്. അതിനുശേഷമാകും അന്തിമ തീരുമാനം. 2 ദിവസത്തിനകം തന്നെ മുഴുവൻ സ്കൂളുകളും തുറക്കുമെന്നാണ് നിലവിലെ സൂചന. കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വിവിധ സെഷനുകൾ നടത്തും. ഇതിനായി അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകിയിട്ടുണ്ട്. 24 ദുബായ്. കൊറിയൻ ആരോഗ്യ പരിചരണ രീതിയായ കെ ഹെൽത്ത് അബുദാബിയിലും സജീവമാകുന്നു. പ്രമുഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പായ ബുർജിൽ ഹോൾഡിംഗ്സിന് കീഴിലുള്ള അബുദാബി ബുർജിൽ ഹോസ്പിറ്റലിൽ അത്യാധുനിക കൊറിയൻ പവലിയൻ പ്രവർത്തനം ആരംഭിച്ചു. കൊറിയൻ മെഡിക്കൽ വൈദഗ്ധ്യവും ചികിത്സാ രീതികളും രോഗികൾക്ക് ലഭ്യമാക്കുകയാണ് പവലിയന്റെ ലക്ഷ്യം. ലോകമെമ്പാടും പടരുന്ന കൊറിയൻ സാംസ്കാരിക തരംഗം UAE-യുടെ ആരോഗ്യ മേഖലയിലേക്കും കടന്നുവരികയാണ്. ബുർജിൽ ഹോൾഡിംഗ്സിന് കീഴിലുള്ള അബുദാബി ബുർജിൽ ഹോസ്പിറ്റലിൽ അത്യാധുനിക കൊറിയൻ പവലിയൻ പ്രവർത്തനം ആരംഭിച്ചു. UAE വ്യവസായ നൂതന സാങ്കേതിക വിദ്യാ മന്ത്രി ഡോക്ടർ സുൽത്താൻ അഹമ്മദ് അൽ ജാബർ, ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വൈലിൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പവലിയന്റെ ഉദ്ഘാടനം. സങ്കീർണമായ ശസ്ത്രക്രിയകൾക്കും ചികിത്സകൾക്കുമായി രോഗികൾ ദക്ഷിണ കൊറിയയിലേക്ക് യാത്ര ചെയ്യേണ്ട സാഹചര്യം ഒഴിവാക്കുകയാണ് പവലിയനിലൂടെ ലക്ഷ്യമിടുന്നത്. വിദേശ രാജ്യങ്ങളിൽ പോയി വിദഗ്ധ ചികിത്സ തേടുന്നതിലെ ബുദ്ധിമുട്ടുകളും സമയനഷ്ടവും നീക്കുകയാണ് ലക്ഷ്യമെന്ന് ഡോക്ടർ ഷംഷീർ വൈലിൽ പറഞ്ഞു. ഓർത്തോപീഡിക്സ്, സ്പൈൻ സർജറി, യൂറോളജി, ഇന്റേണൽ മെഡിസിൻ, ദന്തചികിത്സ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി കൊറിയൻ ബോർഡ് സർട്ടിഫൈഡ് ഡോക്ടർമാരുടെ ഒരു സംഘം തന്നെ പവലിയനിലുണ്ട്. ഡോക്ടർ ജിസൂൺ പാർക്കിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘം കൊറിയൻ മെഡിക്കൽ പ്രോട്ടോകോളുകൾ അനുസരിച്ചുള്ള വിദഗ്ധ ചികിത്സ ഉറപ്പാക്കും. പവലിയന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന കൊറിയൻ ഫെസ്റ്റിവൽ സന്ദർശകർക്ക് പുതിയ അനുഭവമായി. 24 ദുബായ്. 13 വർഷം പൂർത്തിയായ കൊച്ചി ലുലു മാളിൽ വാർഷികാഘോഷ പരിപാടികൾ സമാപിച്ചു. നടൻ ജോജു ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര താരങ്ങളായ ഭീമൻ രഘു, ടിനി ടോം, കൈലാഷ് എന്നിവർ മുഖ്യാതിഥികളായി. കേരളത്തിന്റെ ഷോപ്പിംഗ് അനുഭവം മാറ്റിയെഴുതിയ ലുലുവിന് ജോജു ജോർജ് ആശംസകൾ നേർന്നു. പാട്ടുപാടി സദസ്സിനെ പൊട്ടിച്ചിരിപ്പിച്ച ഭീമൻ രഘുവും ആഘോഷത്തിന്റെ മാറ്റുകൂട്ടി. മണ്ഡല പുനർവിഭജനത്തിന് കമ്മീഷൻ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 543-ൽ നിന്ന് 850-ആയി വർദ്ധിപ്പിക്കും. മണ്ഡല പുനർവിഭജനത്തിന് ശേഷമാകും വനിതാ സംവരണം നടപ്പാക്കുക. മറ്റന്നാൾ ആരംഭിക്കുന്ന പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ പരിഗണിക്കും. കേന്ദ്ര സർക്കാരിനെതിരെ CPIM ജനറൽ സെക്രട്ടറി MA ബേബിയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും രംഗത്തെത്തി. വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് മുന്നോടിയായി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850-ആക്കി വർദ്ധിപ്പിക്കുമെന്ന മണ്ഡല പുനർനിർണയ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം. സംസ്ഥാനങ്ങളിൽ 815 സീറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളേത് 35 സീറ്റുമായി വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. മണ്ഡല പുനർനിർണയത്തിനൊരു സുപ്രീംകോടതി ജഡ്ജി, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന വ്യക്തി, സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ എന്നിവരടങ്ങിയ സമിതി രൂപീകരിക്കും. ഏപ്രിൽ 16-ന് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാനൊരുങ്ങുന്ന ബില്ലുകളുടെ പകർപ്പുകൾ MP-മാർക്ക് നൽകി. മണ്ഡല പുനർനിർണയ ബിൽ, കേന്ദ്രഭരണ നിയമ ഭേദഗതി ബിൽ, ഭരണഘടനയുടെ 131-ാം ഭേദഗതി ബിൽ എന്നിങ്ങനെ 3 ബില്ലുകളാണ് പ്രത്യേക പാർലമെന്റ് സമ്മേളനത്തിൽ കൊണ്ടുവരുന്നത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം 3-1 സീറ്റുകൾ വനിതകൾക്കായി സംവരണം ചെയ്യും. വനിതാ സംവരണ ബില്ലിന്റെ മറവിൽ നിരവധി ദുരുദ്ദേശങ്ങൾ ഒളിച്ചുവെച്ചിട്ടുണ്ടെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി ആശങ്ക പ്രകടിപ്പിച്ചു. നരേന്ദ്രമോദിയും കൂട്ടരും ഉദ്ദേശിക്കുന്നത് തങ്ങൾക്ക് തോന്നുംപടിയുള്ള ഒരു നിയമം, വനിതാ സംവരണം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിയമം കൊണ്ടുവന്ന് അതിൽ തങ്ങളുടെ ഒരുപാട് ദുരുദ്ദേശങ്ങൾ ഒളിച്ചു വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വിമർശനമുണ്ടായെന്ന് വരാം. അപ്പോൾ വിമർശനം ഉന്നയിക്കുന്നവർ വനിതാ സംവരണത്തിനെതിരാണ് എന്ന് വാദിക്കാം. മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്രത്തിന് അവസാന താക്കീതുമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തെത്തി. പുനർനിർണയം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. இவங்க இப்படி மறைச்சு பண்றாங்கன்னா கண்டிப்பா ஏதோ பெரிய ஆபத்து இருக்குன்னு எல்லாருக்குமே அந்த சந்தேகம் வலுவடையுது. தமிழ்நாட்டை பாதிக்கிற மாதிரியோ
வட மாநிலங்களுக்கு அரசியல் வலிமையை மேலும் வாரி வழங்குற மாதிரியோ ஏதாவது நடந்தா நீங்க இதுவரை பார்க்காத തമിഴ്നാട്ടെ பார்க்க വേണ്ടിയിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ നീക്കം തെക്കൻ സംസ്ഥാനങ്ങൾക്കെതിരെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ആരോപിച്ചു. 24 ഡൽഹി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വകുപ്പ് മേധാവി ഡോക്ടർ MK റാമിനെതിരെ നടപടിക്ക് മാനേജ്മെന്റ്. വിദ്യാർത്ഥികളുടെ പരാതിയിൽ അധ്യാപകനെ ഉടൻ പുറത്താക്കിയേക്കും. അതേസമയം അധ്യാപകരുടെ വിചാരണയും ലോൺ ആപ്പിന്റെ ഭീഷണിയുമാണ് നിതിൻ രാജിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ് പോലീസ് നൽകുന്ന സൂചന. ലോൺ ആപ്പിൽ നിന്ന് ഭീഷണി സന്ദേശം ലഭിച്ച അധ്യാപിക പരാതി നൽകാൻ ഒരുങ്ങിയത് നിതിനെ മാനസികമായി തളർത്തിയിരുന്നതായി പോലീസ് പറഞ്ഞു. എന്നാൽ മരണത്തിനു പിന്നിൽ ലോൺ ആപ്പ് സമ്മർദ്ദമെന്ന പോലീസ് വാദം കുടുംബം തള്ളി. നമുക്ക് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇന്ന് തീർപ്പാക്കാൻ കഴിവുള്ള ഒരാൾ വന്ന് നമ്മളോട് സംസാരിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു അവർ വരുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കും. ഡോക്ടർ MK റാമിനെ പുറത്താക്കാതെ ക്ലാസ് ബഹിഷ്കരണ സമരം അവസാനിപ്പിക്കില്ലെന്ന് സീനിയർ വിദ്യാർത്ഥികൾ നിലപാടെടുത്തതോടെയാണ് മാനേജ്മെന്റ് വഴങ്ങിയത്. MK റാമിനെ പുറത്താക്കണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് എഴുതി നൽകിയിരുന്നു. അതേസമയം നിതിനെ മരണത്തിലേക്ക് നയിച്ചതിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏപ്രിൽ 9 മാത്രം നിതിന്റെ ഫോണിലേക്ക് ഇൻസ്റ്റാപേ എന്ന ലോൺ ആപ്പിൽ നിന്ന് 98 സന്ദേശങ്ങളാണ് എത്തിയത്. വാട്സാപ്പ് സന്ദേശങ്ങളും ഫോൺ കോളുകളും ഉൾപ്പെടെയാണിത്. അധ്യാപിക ലതയുടെ ഫോണിലേക്കും ലോൺ ആപ്പുകാർ നിരന്തരം ഭീഷണി സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഫെബ്രുവരിയിൽ എടുത്ത 14,000 രൂപയുടെ വായ്പയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ ഭീഷണി. തന്റെ പേരിൽ അധ്യാപികയ്ക്ക് അപമാനം നേരിട്ടത് നിതിനെ കടുത്ത മാനസിക വിഷമത്തിലാക്കി. അധ്യാപിക ഈ വിവരം പ്രിൻസിപ്പലിന് പരാതിയായി നൽകിയതിനെ തുടർന്നാണ് നിതിനെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. പ്രിൻസിപ്പലിന്റെ ഓഫീസിലെ ചോദ്യം ചെയ്യൽ നിതിനെ കൂടുതൽ തളർത്തിയെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അധ്യാപിക പരാതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് നിതിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ഇതാകാം ആത്മഹത്യയിലേക്ക് നയിച്ച പെട്ടെന്നുള്ള കാരണമെന്നാണ് പോലീസിന്റെ നിഗമനം. ഓഫീസിൽ നിന്ന് നിതിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും ഇതിനെ ശരിവെക്കുന്ന സാക്ഷിമൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. തന്റെ സഹോദരന്റെ മരണം വെറുമൊരു ലോൺ കുടിശ്ശികയുടെ പേരിൽ ഒതുക്കി തീർക്കാൻ ആ കരഞ്ഞോണ്ട് ഇറങ്ങി പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്പ് ലോണിന്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ചു സൂയിസൈഡ് ചെയ്തത്. അന്ന് ആ റാമിന്റെ കാര്യം പോലും എന്നെ അപ്പോഴും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, എല്ലാരും കൂടെ ചേർന്ന് കൊന്നതാണ്, അവനെ കൊന്നതാണ്. കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ അധ്യാപകരെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കില്ലെന്നാണ് വിവരം. ഇവർക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചതിനു ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. 24 കണ്ണൂർ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളല്ല എന്ന് K മുരളീധരൻ. ഇപ്പോഴത്തെ ചർച്ചകൾ വേദനാജനകമെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ഗുരുതരാരോപണവുമായി മഹിളാ കോൺഗ്രസ് തമിഴ്നാട് മുൻ അധ്യക്ഷ ഹസീന സയ്യിദ് രംഗത്തെത്തി. കേരളത്തിൽ മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമങ്ങളാണ് KC വേണുഗോപാൽ നടത്തുന്നത് എന്ന് ഹസീന സയ്യിദ് 24നോട് പറഞ്ഞു. ഹസീന സയ്യിദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് ഹൈക്കമാൻഡാണെന്നും വാട്സാപ്പ് ഗ്രൂപ്പുകളല്ലെന്നും K മുരളീധരൻ. വാട്സാപ്പ് ഗ്രൂപ്പും പാർട്ടിയുടെ തീരുമാനം യാതൊരു ബന്ധവുമില്ല. അതൊക്കെ ഹൈക്കമാൻഡാണ് സുപ്രീം, വാട്സാപ്പ് അല്ല നേതാവിനെ തീരുമാനിക്കുക. നേതൃത്വത്തിന്റെ തീരുമാനം വരെ കാത്തിരിക്കുകയാണ് വേണ്ടതെന്നും ഇപ്പോഴത്തെ ചർച്ചകൾ വേദനാജനകമെന്നും ബെന്നി ബെഹനാൻ MP. ഇത് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്താൻ ശ്രമിച്ച വോട്ടർമാരുടെ ജനങ്ങളുടെ മനസ്സിൽ വലിയ വേദനയും പ്രയാസവും ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രയാസം ഒഴിവാക്കേണ്ടതാണ്, ആ ബുദ്ധിമുട്ട് ഒഴിവാക്കേണ്ടതാണ്. അതിനിടെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെതിരെ ഗുരുതര ആരോപണവുമായി മഹിളാ കോൺഗ്രസ് തമിഴ്നാട് മുൻ അധ്യക്ഷ ഹസീന സയ്യിദ് രംഗത്തെത്തി. KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു. തമിഴ്നാട്ടിൽ TVKയുമായി സഖ്യമുണ്ടാക്കാൻ ശ്രമിച്ചത് ഇതിനുവേണ്ടി. വിജയ് എഫക്ട് കേരളത്തിൽ UDFന് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ചു. താൽപര്യക്കാർക്ക് മാത്രം സീറ്റ് നൽകുന്ന നിലപാടാണ് KC വേണുഗോപാലിന്റേതെന്ന് ഹസീന സയ്യിദ് 24നോട്. So he had a clear view that if the Congress party in Tamil Nadu go with TVK, the Vijay party, they have some presence in Kerala also. So he thought he will be able to secure those votes, especially the Christian votes and all. So he had that vision and he was moving towards TVK only. തമിഴ്നാട്ടിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 28 സീറ്റുകളിൽ 21 പെയ്ഡ് സീറ്റുകളാണ്. ഇതിന് പിന്നിൽ KC വേണുഗോപാലും ഗിരീഷ് ചോദൻകറും PCC അധ്യക്ഷൻ ശെൽവ പെരുന്തകയുമാണെന്നും ഹസീന സയ്യിദ് പറഞ്ഞു. 24 ചെന്നൈ.
കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ച സജീവമായിരിക്കെ കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തൻ എ.പി. അനിൽകുമാർ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെയും കണ്ടു. തികച്ചും സൗഹൃദ സന്ദർശനമെന്ന് നേതാക്കൾ വിശദീകരിക്കുമ്പോഴും സന്ദർശനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വലുതാണ്. അതേസമയം മലപ്പുറത്ത് മുഴുവൻ സീറ്റുകളിലും വിജയിക്കുമെന്ന മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി. UDF അധികാരത്തിൽ വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിലെത്തുന്ന നേതാവിന് മുന്നണിയിലെ രണ്ടാമനായ മുസ്ലിം ലീഗിന്റെ പിന്തുണ അനിവാര്യം. കെ.സിക്ക് വേണ്ടിയുള്ള പിന്തുണ ഉറപ്പാക്കലാണോ ലക്ഷ്യമെന്ന ചോദ്യത്തിന് എ.പി. അനിൽകുമാറിന്റെ മറുപടി ഇങ്ങനെ: സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറത്ത് യാതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഇല്ല. തീർത്തും സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനം, അത്രേ കാര്യം. മുഖ്യമന്ത്രി ചർച്ചകളെ ലീഗും പാടെ തള്ളി. എലക്ഷൻ വോട്ട് പെട്ടിയിലല്ലേ, അതിൻ്റെ ഘട്ടമാണ് ഇപ്പോൾ. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. അങ്ങനെ അഭ്യൂഹങ്ങൾ നിങ്ങൾ വെറുതെ ഉണ്ടാക്കുകയേ വേണ്ട. അങ്ങനത്തെ ഒരു ചർച്ചയില്ല. അതേസമയം മലപ്പുറത്ത് മുഴുവൻ സീറ്റുകളിലും വിജയിക്കാനാകുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗം വിലയിരുത്തി. ശക്തമായ പോരാട്ടം നടന്ന പൊന്നാനിയിലും തവനൂരും 5000 വോട്ടിനെങ്കിലും വിജയിക്കുമെന്നാണ് ലീഗ് കണക്കുകൂട്ടൽ. കോഴിക്കോട് ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം LDF ഏറ്റുവാങ്ങുമെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ. കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ UDFന് കരുത്തു പകരുന്ന മാറ്റം വരുമെന്ന് ഷാഫി പറമ്പിൽ MP ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇത്തവണത്തെ ഭരണമാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്ന ഒരു ജില്ല കോഴിക്കോടായിരിക്കും. അതുപോലെ കഴിഞ്ഞ എത്രയോ പതിറ്റാണ്ടുകളായി UDFന് തെരഞ്ഞെടുപ്പുകളിൽ ഒരിക്കലും മേൽക്കൈ വരാത്ത ജില്ലയാണ് കൊല്ലം. കൊല്ലം ജില്ലയിലെ റിസൾട്ട് നിങ്ങൾ എടുത്ത് നോക്കിക്കോ. UDFന് തിരിച്ചുവരവിന് ഏറ്റവും കരുത്തു പകരുന്ന റിസൾട്ട് കൊല്ലത്തുണ്ടാവും. മലബാറിലെ ജില്ലാ അവലോകന കണക്കുകൾ UDFന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. UDF തരംഗം ആഞ്ഞടിച്ചാൽ ഇതിലും വലിയ വിജയവും മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. 24 മലപ്പുറം, കോഴിക്കോട്. കൊടും ചൂടിൽ വലഞ്ഞ് കേരളം. 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉയർന്ന താപനില. മലപ്പുറം വഴിക്കടവിൽ ഒരാൾക്ക് സൂര്യാതപമേറ്റു. ചൂട് കനത്തതോടെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. കേരളം കടന്നുപോകുന്നത് കൊടും വേനലിലൂടെ. പാലക്കാട് ഉച്ചയ്ക്ക് 2-നും 3-നും ഇടയിൽ ചൂട് 40 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. ജില്ലയിൽ യെല്ലോ അലർട്ട് തുടരും. കൊല്ലത്ത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വയനാട്, ഇടുക്കി ജില്ലകളിലൊഴികെ 12 ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. കനത്ത ചൂടിനെ തുടർന്ന് നിലമ്പൂർ വഴിക്കടവ് സ്വദേശി അബ്ദുൾ നിസാറിന് സൂര്യാഘാതമേറ്റു. കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്ന ജോലിക്കിടയിലാണ് നിസാറിന് സൂര്യാഘാതമേറ്റത്. പാലക്കാട് പുതുശ്ശേരിയിൽ കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങി. മറുവക്കാട് സ്വദേശി സുമതി മുരളീധരന്റെ കുളത്തിലെ മീനുകളാണ് ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കൂടാതെ കനത്ത ചൂട് വിഷു വിപണിയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ചൂട് കാരണം ആളുകൾ സാധനം വാങ്ങാൻ എത്തുന്നില്ല എന്ന് വ്യാപാരികൾ. അതിന് ചൂടുകൊണ്ട് ആളുകൾ വെളിയിറങ്ങാതെ കച്ചവടം വളരെ കുറവ്. സാധനങ്ങളൊക്കെ ഉണ്ട്, കുറവാണ്, വലിയതൊന്നുമില്ല. ഇന്നലെ വൈകിട്ടോടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തി. ഇന്നലത്തെ വൈകിട്ടത്തെ വൈദ്യുതി ഉപഭോഗം 5933 മെഗാവാട്ടായിരുന്നു. ഇത് 6000 മെഗാവാട്ടിലേക്ക് എത്തിയാൽ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചു. 24 തിരുവനന്തപുരം. ബീഹാറിൽ നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യം. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിതീഷ് കുമാർ രാജിവെച്ചു. BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ബീഹാറിൽ നിതീഷ് കുമാർ യുഗത്തിന് അന്ത്യം. രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് JDUവിന്റെ പരമോന്നത നേതാവിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നുള്ള പടിയിറക്കം. ഇന്ന് രാവിലെ തന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗം നിതീഷ് കുമാർ വിളിച്ചു ചേർത്തു. ശേഷം ലോക്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. ബീഹാറിലെ പുതിയ സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് നിതീഷ് കുമാർ അറിയിച്ചു. ബീഹാറിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സാമ്രാട്ട് ചൌധരി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണറെ കണ്ട സാമ്രാട്ട് ചൌധരി സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. നാളെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഇന്ന് പട്നയിൽ ചേർന്ന NDA യോഗത്തിൽ സാമ്രാട്ട് ചൌധരിയെ ഏകകണ്ഠേന നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് വിവരം. 24 ഡൽഹി. ഛത്തീസ്ഗഡിൽ വേദാന്ത വൈദ്യുത നിലയത്തിലുണ്ടായ പൊട്ടിത്തെറിയിൽ 10 പേർ മരിച്ചു. 23 തൊഴിലാളികൾക്ക് പരിക്കേറ്റെന്ന് ജില്ലാ കളക്ടർ. ശക്തി ജില്ലയിലെ സിംഗിതറായ് മേഖലയിലാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായ് അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ധനസഹായം പ്രഖ്യാപിച്ചു.
കത്തോലിക്ക സഭയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിൽ ബി.ജെ.പി. നേതൃത്വത്തിന് വിശദീകരണം നൽകി ഷോൺ ജോർജ്. സഭയ്ക്കെതിരെയല്ല, ദീപികയുടെ നിലപാടിനെതിരെയാണ് താൻ പറഞ്ഞതെന്ന് ഇന്നലെ ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗത്തിൽ ഷോൺ ജോർജ് പറഞ്ഞു. മതമേലധ്യക്ഷന്മാരെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കി. ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ ശോഭാ സുരേന്ദ്രനെതിരെയും രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. പി.സി. ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും പ്രസ്താവനകൾ വിവാദമായതോടെയാണ് ബി.ജെ.പി. നേതൃത്വം വിശദീകരണം തേടിയത്. ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ ഷോൺ ജോർജ് ഇതിന് മറുപടി നൽകുകയും ചെയ്തു. FCRA അടക്കമുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറയുക മാത്രമാണ് ചെയ്തതെന്ന് ഷോൺ ജോർജ്. പാർട്ടി എന്തൊക്കെയാണ് സാഹചര്യങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ പാർട്ടി വിശദീകരണം എന്താണെന്ന് വിശദീകരിക്കാൻ പറഞ്ഞു. കോർ കമ്മിറ്റി ഉണ്ടായിരുന്നു, കമ്മിറ്റിയിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. സഭാ നേതൃത്വത്തെയും ഇക്കാര്യങ്ങൾ അറിയിച്ചു. ഇന്നലെ സീറോ മലബാർ സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ റഫേൽ തട്ടിലുമായി ഷോൺ ജോർജ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. FCRA വിഷയവും ചർച്ചയായി. നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു, നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. അത് പൊതുസമൂഹം ചർച്ച ചെയ്തു, സഭയും ചർച്ച ചെയ്തു. സഭയുടെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സഭയുടെ പരമാധികാരി എന്ന നിലയിൽ വലിയ പിതാവിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിനകത്ത് FCR ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ വന്നു. ഷോൺ ജോർജിന്റെ വിശദീകരണം കേട്ട പശ്ചാത്തലത്തിൽ ബി.ജെ.പി. നേതൃത്വത്തിന്റെ നിലപാട് എന്താകും എന്നാണ് ഇനി അറിയേണ്ടത്. ഇക്കാര്യത്തിൽ സഭയുടെ പ്രതികരണങ്ങളും ഇനി ഉണ്ടാകില്ലെന്നാണ് വിവരം. ക്രൈസ്തവ സഭകളുമായി ഏറ്റുമുട്ടൽ ഒഴിവാക്കണമെന്ന നിലപാടിലേക്ക് ബി.ജെ.പി. കോർ കമ്മിറ്റിയിലെ ഭൂരിഭാഗം അംഗങ്ങളും എത്തിയിരുന്നു. വോട്ടിന് നോട്ട് വിഷയത്തിൽ പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെയും കോർ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടുകൂടി ഗൾഫ് ടുഡേ പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.